അടിപൊളി ഒരു കുയിലിനെ കിട്ടിയിട്ടുണ്ട്. അതിനെ നമ്മൾ മണ്ണിനകത്ത് വെച്ച് ചുട്ടെടുത്ത് തിന്നാൻ വേണ്ടി പോവാ. നമ്മളിതേ ചെളിയെല്ലാം ഇങ്ങനെ തേച്ചോണ്ടിരിക്കുവാണ് നമ്മുടെ ആ മീൻ്റെ അകത്ത്. ഒരു പ്രശ്നമാണ് ഗ്രേവി കൂടെ എന്തുണ്ട്. പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം കണ്ണപ്പൻ, ഞാൻ നിങ്ങളുടെ സ്വന്തം ദാസപ്പൻ. ഗൈസ്, അപ്പൊ ഞങ്ങളൊരു അടിപൊളി വീഡിയോ ആണ് വന്നിരിക്കുന്നത്. അതെ ഗൈസ്, അപ്പൊ നമുക്ക് ഇന്നൊരു അടിപൊളി ഒരു കുയിലിനെ കിട്ടിയിട്ടുണ്ട്. അതിനെ നമ്മൾ മണ്ണിനകത്ത് വെച്ച് ചുട്ടെടുത്ത് തിന്നാൻ വേണ്ടി പോവാണ്. കുയിലോ? ആ കുയിൽ കുയിൽ അങ്ങനെയല്ലേ പൂവ് കുയിലെന്ന് പറഞ്ഞ മീനാണ് കേട്ടോ. അപ്പൊ ആ മീനെയാണ് ഞങ്ങൾ അടിപൊളി മസാലയൊക്കെ തേച്ച് വാഴയിലൊക്കെ അങ്ങോട്ട് പൊതിഞ്ഞിട്ട് അതിന്റെ പുറത്ത് ഫോയിൽ പേപ്പർ അങ്ങോട്ട് ചുറ്റിയിട്ടുണ്ടല്ലോ. കാണുന്നതിന് പാടത്തിന് കുറച്ച് ചെളി വാരി അങ്ങോട്ട് പൂശിയിട്ടുണ്ടല്ലോ. നല്ല അടിപൊളി കനലിലോട്ട് വെച്ച് അങ്ങോട്ട് നമ്മളങ്ങോട്ട് ചുട്ട് തിന്നാനായിട്ട് പോവാണ്. അപ്പം പറ. അപ്പൊ എന്തുവാ നമ്മള് സെറ്റാക്കാൻ പോയി. നമ്മള് വ്യത്യസ്തമായ വീഡിയോ. അതെ രതീഷേ, അതെ വ്യത്യസ്തമായിട്ട് വീഡിയോ ചെടിക്കകത്ത്. അതെ അതെ. അപ്പം നമ്മൾ ഈ ഒരു പ്രകൃതി രമണീയമായിട്ടുള്ള ഞങ്ങളുടെ ഈ സ്വന്തം പാടത്ത്, സ്വന്തം എന്ന് പറഞ്ഞാൽ വെല്ലോന്റെ ആണ്, എന്നാലും പ്രകൃതി ഞങ്ങളുടെ ആണല്ലേ. അപ്പൊ ഞങ്ങൾ ഈ ഒരു പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലത്താണ് ഞങ്ങൾ ഇന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. അപ്പം നേരെ വീഡിയോട്ട് പോവാം. അപ്പൊ എന്തായാലും പറഞ്ഞുകൊണ്ട് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോട്ട് പോയാലോ. അപ്പൊ ഇതാണ് കേട്ടോ നമ്മളിന്ന് ചെളിക്കകത്ത് ചുട്ട് തിന്നാൻ പോകുന്ന കുയിൽ കേട്ടോ. അപ്പൊ നല്ലൊരു 3-3.5 കിലോ ഉണ്ട്. അപ്പൊ നമ്മൾ ഇതുമായിട്ട് ഇന്ന് നമ്മൾ നമ്മുടെ പാടത്ത് വന്നിരിക്കുകയാണ്. ഈ പാടത്ത് ചെളി വെച്ചാണ് നമ്മളിതിനെ ചുടാൻ മുതലാണ്. അതെ അതെ. അപ്പൊ നമ്മുടെ ശുഭിനാണനുണ്ട്. അല്ല ഇത് കൂട, ഇത് കുയില്. ഇതെന്തിന് കുയിലെന്ന് പേര് വന്നതിന്? ചിലപ്പോ വെള്ളത്തിന്റെ അടിയിലായോണ്ടേ വെള്ളത്തിന്റെ അടിയിലായിരിക്കും. അതെ അതെ. അപ്പൊ നമുക്ക് നേരെ പോയി മസാല വരട്ടി കൊടുക്കാം. അതായത് നല്ല വരയിട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് മീനിന്. നല്ല വരഞ്ഞോണ്ടിരിക്കുവാണ്. നല്ല വരയിടണം. വരയിട്ടിട്ട് വേണം മസാല അങ്ങോട്ട് ഫില്ലാക്കി അങ്ങോട്ട് കൊടുക്കാനാ. അതെ. നമ്മുടെ കുയിലിനെയൊക്കെ വരഞ്ഞ് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്ത് നമ്മള് മസാല വെക്കാനായിട്ട് പോലെ. അതെ 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 ആയിട്ടോ. ആദ്യം മുളകാപ്പൊടി, ഇഞ്ചി പൂണ്ടേ വെളുത്തുള്ളിക്ക് തമിഴിൽ പറയുന്നത് കേട്ടോ. അതെ, കേട്ടോ. മുളക് പൊടി കണ്ണി വീഴത്തുള്ളൂ എല്ലാത്തിന്റെ. അതിന് നാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കാം. ഓക്കെ, പിഴിഞ്ഞങ്ങോട്ട് ഒഴിക്കേ. കുരുമുളക് പൊടി, ഉപ്പ്, നാടൻ ഉപ്പേ, കള്ളുപ്പ്, ആവശ്യത്തിന് സെറ്റിലായിട്ട് സുക്തമാണ് നല്ലെണ്ണ. ഓക്കെ, മംഗളകരമാ മഞ്ചള ആരംഭിക്കോ. അതെ, ഉപ്പ് സോഡയുടെ കുപ്പിയിൽ പറക്കുന്നു. നമ്മുടെ മസാല എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് മീനിലോട്ട് പെരട്ടി കൊടുക്കാം കേട്ടോ. ഓക്കെ, പെരട്ടൽ ചാപ്പ് ഇറങ്ങട്ടെ. നല്ല കട്ടി മസാല എടുക്കും. നമ്മുടെ മീനകത്ത് നമ്മൾ മസാലയൊക്കെ തേച്ച് നല്ല സെറ്റാക്കി അവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനിയും വാഴയില വെട്ടാൻ വേണ്ടി ഞങ്ങൾ പോകും കേട്ടോ. ഗൈസ്, അപ്പൊ നമ്മുടെ തോടൊക്കെയാണ് ഇത് കനാല് വെള്ളമൊക്കെ വന്ന് അങ്ങോട്ട് വെള്ളമൊക്കെ അങ്ങ് പൊങ്ങി നിൽക്കുവാണ് കേട്ടോ. അപ്പൊ നമ്മൾ നേരത്തെ ഇവിടെ വന്നൊരു ഫിഷിങ്ങിന്റെ വ്ലോഗൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മൾ വല വീശി മീനൊക്കെ പിടിക്കുന്നത്. അത് കാണാത്ത ആരുണ്ടെങ്കിൽ പുറമോട്ട് പോയി കാണാനൊക്കെ പറ്റും. പക്ഷേ ഈ വീഡിയോ കണ്ടിട്ട് പോയാൽ മതി കേട്ടോ. അതുപോലെ തന്നെ ഞങ്ങളുടെ ഇവിടെ കനാല് വെള്ളമൊക്കെ വന്ന് നല്ല ഒഴുകി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. കനാൽ വ്ലോഗ് വേണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞങ്ങളിത് വാഴയില പറിക്കാൻ വേണ്ടി പോകും കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് നമ്മുടെ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ചെറിയ ചൂടുണ്ട്. പക്ഷേ നമുക്ക് ചൂടെടുക്കുന്ന സമയത്ത് നല്ല കാറ്റങ്ങോട്ട് വീശും. അപ്പോൾ നല്ലൊരു തണുപ്പ് കിട്ടും. അങ്ങനെയാണ്. അപ്പോൾ എനിക്കൊരു സംശയമുണ്ട്. നമ്മൾ ഈ ചില കൂട്ടുകാരൊക്കെ നമ്മൾ വാഴ എന്ന് പറഞ്ഞ് കളിയാക്കത്തില്ല. എന്തിനാണ് വാഴ എന്ന് കളിയാക്കുന്നത്? വാഴ നല്ലൊരു സാധനമില്ലേ? അല്ല, എന്തിനാ ഈ കളിയാക്കുന്നത്? എനിക്കറിയത്തില്ല അല്ലേ.
വാഴ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തൊക്കെ തരും വാഴ? വാഴയെന്ന് പറഞ്ഞാൽ നമുക്ക് ഇല തരും, ആ പിന്നെ മറ്റേ കായ ഉണ്ടല്ലോ, പഴം, കൂമ്പ് കൂമ്പ്, കൂമ്പ് തോരൻ വെക്കാം, വാഴപ്പിണ്ടി ജ്യൂസ്, വാഴപ്പിണ്ടി നമുക്ക് ഉപ്പിലിട്ട് കഴിക്കാം അല്ലേ, വാഴപ്പിണ്ടി കറി വെക്കാം. അതെ അതെ. ഇതുപോലെ നമുക്ക് ഇല കിട്ടും, അതിന്റെ നാരെടുക്കാം, എന്തെങ്കിലും കെട്ടാനൊക്കെ ചിലവര്. അതെ. പിന്നെ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇത് ഉണങ്ങിയിരിക്കുമ്പോ കത്തിച്ച് തീയെങ്കിലും എടുക്കാം അല്ലേ? അതെ, കത്തിക്കാൻ എടുക്കാം. വെള്ളപ്പൊക്കം വല്ലതും വന്നു കഴിഞ്ഞാൽ വെട്ടി വണ്ടിയൊക്കെ ഇതുണ്ടാക്കാം. അതെ, ഇലയപ്പം ഉണ്ടാക്കാം. അമ്പലങ്ങളിലൊക്കെ ചന്ദനം വെക്കാനായിട്ട് കൊണ്ടുപോകാം. പിന്നെ പൊതിച്ചോറ് വെക്കാം. ഇത്രയും ഉപകാരം തരുന്ന ഒരു സാധനത്തിന് എന്തിനാ എല്ലാരും വാഴയെന്ന് പറയും? അതെ, അല്ല വാഴയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല ഇങ്ങനെ അല്ലേ ഒരു വല്ലാത്ത പേര് പറയുന്നത്. അതെ, വാഴ ഇവരൊരു വാഴയാണ്. അപ്പൊ നമ്മുടെ മീനെല്ലാം നമ്മൾ മസാല തേച്ച് കുളിപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്കിനി ഇത് വാഴയിലേക്കകത്ത് വെച്ച് ഫോയിൽ പേപ്പർ ചുറ്റിയെടുക്കാം. നമ്മുടെ മീനൊക്കെ നല്ല അടിപൊളിയായിട്ട് മസാല ഒക്കെ തേച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അടുത്ത് നമ്മൾ ഫോയിൽ പേപ്പർ ഒക്കെ വെച്ച് പൊതിയാനായിട്ട് പോകണം. അപ്പൊ ആദ്യം നമ്മൾ വേണ്ട വാഴയിലേക്കകത്ത് അങ്ങോട്ട് വെച്ച് കൊടുക്കാനായിട്ട് പോകണം. വെച്ചോ. ആഹാ, അപ്പൊ ഈ ബാക്കി മസാല ഇങ്ങനെ എടുത്തിട്ട് പെരട്ടി ഇങ്ങനെ കൊടുക്കാം. നമ്മൾ വാഴയില അങ്ങോട്ട് മടക്കി അങ്ങോട്ട് കൊടുക്കുവാണ്. നമുക്ക് സ്ഥലം ഇല്ലാഞ്ഞിട്ടാണ് കേട്ടോ ഇതിന്റെ പുറത്തേരെ വെച്ച് ചെയ്തത്. അവളെല്ലാം പിന്നെ ഇല്ലേ. അതെ, ഈ സംഭവം വാഴയിലേക്ക് നല്ലൊരു കെട്ടങ്ങോട്ട് കെട്ടി കൊടുത്തിട്ടുണ്ട്. ഇവിടെ കൂടെ ഒരു കെട്ട് കെട്ടിട്ട് വേണം നമുക്ക് ഫോയിൽ പേപ്പർ കെട്ടാനല്ലേ. അതെ, നമ്മൾ എക്സ്ട്രാ പൈസ കൊടുത്ത് വാങ്ങിച്ചേക്കാം. ഫോയിൽ പേപ്പർ ഇട്ടിരിക്കുകയാണ്. നല്ല സ്റ്റീലിന്റെ ഇല്ലേ, സ്റ്റീലിന്റെ ഒരു പേപ്പറാണ്. അതെ, ശരിക്കും സ്റ്റീലാണോ ഇത്? സ്റ്റീലോ അലൂമിനിയം? അലൂമിനിയം അല്ല ഇത്, പിന്നെന്തോ ഇത്? ഇത് സ്റ്റീല്, നാടൻ സ്റ്റീൽ. ചെറിയ കനം കുറേ തകിടല്ലേ, നൈസായിട്ടുള്ള കാണിക്കുന്നുണ്ടോ? നമ്മുടെ ചെറിയ തകിട് നമ്മൾ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മീനെല്ലാം നമ്മൾ വാഴയിലേക്കകത്ത് പൊതിഞ്ഞിട്ട് ഫോയിൽ പേപ്പർ ഒക്കെ ചുറ്റി സെറ്റ് ആക്കിയോടെ വെച്ചിട്ടുണ്ടല്ലോടാ. അപ്പൊ ഇനി നമ്മക്കാണെങ്കിൽ തീ കൂട്ടണം, അതിന്റെ അകത്ത് ഇരണം. അല്ല, തീയല്ല, ചെളിയാണല്ലോടാ. അതുകൊണ്ട് ആ കപ്പയുടെ ഓടി തോണ നല്ല ചെളിക്കട്ട കിടപ്പുണ്ട്, അതെടുക്കാം. ചെളി തേച്ച് കൊടുക്കാൻ വേണ്ടി പോവാണ്. വേണ്ട, നമ്മളിതേ ചെളിയെല്ലാം ഇങ്ങനെ തേച്ചോണ്ടിരിക്കുവാണ് നമ്മുടെ ആ മീൻ്റെ അകത്ത് പുറത്ത്. നമ്മൾ ഓല വെച്ച് കൊടുക്കാൻ പോട്ടോ. ഓല വെച്ച് കത്തിക്കാനായിട്ട് പോകണല്ലേ. അങ്ങോട്ട് വെച്ച് കൊടുത്തേ. പെട്രോൾ ഒഴിക്കുന്നു പണ്ട് പറയുന്നത്. എന്തോടാ വാഴയില്? ഓ, ഇത് വട്ടയിലയും മറ്റേ എന്തോടാ മറ്റേ അതിന്റെ പേര്, മറ്റേ തേക്കിന്റെ ഇലയും പെട്രോളാണ്. ഇപ്പൊ നമ്മള് മീൻ തണ്ട വെച്ച് കൊടുക്കാനായിട്ട് പോവാണ്. അപ്പൊ എന്താ തീരുമെന്ന് അറിയത്തില്ല. നമ്മൾ വേണ്ട നല്ല അടിപൊളി തീയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൂപ്പൻ കണ്ടപോഴുതു പറിക്കാൻ തകടി പെണ്ണേ തിന്താരാ, കണ്ടപോഴുതു പറിക്കാൻ തകടി പെണ്ണേ തിന്താരാ, പാടകെ പാടടി വേണ്ടേ മക്കരുവ് തിന്തോരാ, അല്ലെങ്കിൽ നാട്ടാർക്ക് കടം കൊടുപ്പണ്ടേ തിന്താരാ, തിന്താരേ തിന്താരേ തിന്തകത്താരോ തിന്താരാ.
ഗൈസ്, അപ്പൊ നമ്മുടെ മീനിനെ നമ്മൾ മണ്ടയ്ക്കൊന്നും താഴെ നിന്ന് എല്ലാം നമ്മള് നല്ലോണം തീയിട്ട് നമ്മളൊരു 1/4 മണിക്കൂർ ചെയ്തിട്ടുണ്ട്. കരിഞ്ഞു പോയെന്ന് അറിയത്തില്ല. നമ്മളിത് തുറന്നു നോക്കിയാലേ എന്തുവായെന്ന് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. ഓക്കെ തുറക്ക് എടുക്ക് മൊത്തം തീര. ഗൈസ്, അപ്പൊ നമ്മള് വേണ്ട ചെളിയെല്ലാം നമ്മള് പൊട്ടിച്ചെടുക്കാൻ പോവാണ് കേട്ടോ. ഇത് എന്തോ ഇല്ലയോ കരിഞ്ഞോന്ന് നമുക്കറിയത്തില്ല. മെല്ലെ നമ്മളിത് പൊട്ടിച്ച് കൊടുക്കണം. എന്താ കൈ കൊണ്ട് പൊള്ളി പോകത്തുള്ളൂ കൈ. നമ്മുടെ മീനൊക്കെ അയ്യോ നല്ല ചൂടുണ്ട് കേട്ടോ. ഓ വെന്ത തോന്നോട്ടോ. ഇത് കണ്ടോ ഞെങ്ങുന്നോ തോട്ട് വേണ്ടേ. നമ്മുടെ ഫയറെല്ലാം നമ്മളിത് എടുത്തു കേട്ടോ. അപ്പൊ അങ്ങനെ നമ്മുടെ കാത്തിരിപ്പിന് അവസാനം നമ്മൾ ഇത് തുറക്കാൻ വേണ്ടി പോകട്ടോ. ഓക്കെ തുറക്ക്. എന്തുവാണെന്നൊരു പിടിയില്ല. ഇല്ല ഇണക്കി അങ്ങോട്ട് കൊടുക്കും. അസേ ബ്രെഡിങ് എടുക്കണം. അസേ ഇതെടുത്ത് മാറ്റിയാലോ? അങ്ങനെ കേട്ടെ കെട്ടെടുക്ക്. കെട്ടൊക്കെ കരിഞ്ഞു പോയി. അങ്ങോട്ട്. ഓ എന്റെ പൊന്നെ കൊണ്ടോ. അപ്പൊ നല്ല 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 നാടൻ ബ്രെഡ് എടുത്തിട്ടുണ്ട്. ആ ബ്രെഡിന്റെ കൂടെ നമ്മുടെ മീൻ അങ്ങോട്ട് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോട്ടോ. ഓക്കെ എന്തോന്ന് എല്ലാവർക്കും സംശയമാണ്. തന്നെ നല്ല പൂ പോലെ വെന്തിട്ടുണ്ട്. ചെറിയ മുള്ളുണ്ട് കേട്ടോ ഇതിനകത്ത്. സൂക്ഷിക്കണം. സാൻഡ്വിച്ച് പോലെ ആക്കുവാണോ? ഇതിനകത്ത് മുള്ളുണ്ട് കേട്ടോ, പേടിക്കണം. ഒരു ഇതും കൂടെ വെച്ചിട്ട് അങ്ങോട്ട് മടക്കുക. കൊച്ചു മുള്ളുണ്ട്. മുള്ളു വന്നു കേട്ടോ. ഉണ്ട് അവിടെയാണോ? ഗൈസ്, അപ്പൊ ഇമ്മാരെല്ലാം കഴിക്കുന്നുണ്ട്. എനിക്ക് കൊതി കയറുന്നു കേട്ടോ. ഒരു ഉണക്കറൊട്ടി എടുത്തിട്ടുണ്ട്. ഓ ഇതുണ്ടോ റെഡ് കളർ ഇരിക്കുന്നുണ്ടോ മീറ്റ്. ഒരു പ്രശ്നമാണ്. അടിപൊളി. ഓ ഇതുണ്ടോ സെറ്റ്. മുള്ളൊക്കെ ഉണ്ട്. അത് നോക്കി കഴിക്കണം. പിന്നെ അതുപോലെ തന്നെ ആ ഇഞ്ചിയുടെ വെളുത്തുള്ള ആ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ, അത് അങ്ങോട്ട് വരും. അടിപൊളിയാ. പിന്നെ ബ്രെഡിന്റെ ശകല ഒരു മധുരോടെ വരുമ്പോഴത്തേക്ക് നല്ല രുചിയുണ്ട് കേട്ടാ. അതെ. ഇതാണേ ഇതുണ്ടോ. ഞാനൊരു പീസ് അങ്ങോട്ട് എടുക്കുക കേട്ടോ. ഇതുണ്ടോ ആഹാ സൂപ്പർ അല്ലേ. ഗ്രേവിയും കൂടെ ഈ ഗ്രേവിക്കകത്ത് മുക്കിയറ. ഓ അടിപൊളിയല്ലേ. നീ ഇങ്ങനെ ആറ്റിമീൻ കഴിക്കുന്നല്ലോടാ? അല്ല പക്ഷെ നല്ല രുചിയുണ്ട്. മോനെ ആ ബ്രെഡിങ് എടുക്കുവാൻ. ഗൈസ്, അപ്പൊ ഞങ്ങള് മീനെല്ലാം തീർത്തിട്ട് ഇങ്ങനെ നിൽക്കുവാണല്ലേ. എങ്ങോട്ടായിരുന്നു പോളി? ഗൈസ്, അപ്പൊ ഒരു രക്ഷയില്ലായിരുന്നു. അടിപൊളി സാധനമായിരുന്നു കേട്ടോ. അപ്പം പറ എങ്ങനെയുണ്ടായിരുന്നു? പറ. നല്ലായിരുന്നു, കിടിലനായിരുന്നു. നല്ല മീനായിരുന്നു. കുയില് തത്ത, നല്ല എരിവ്. സൂപ്പർ ആയിരുന്നല്ലേ? ഇവനെ മൊത്തം കഴിച്ചത്. ഇവനെ മുക്കാലും കഴിച്ചല്ലേ? ഗൈസ്, അപ്പൊ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഞങ്ങളുടെ അമ്പലത്തിൽ ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾക്ക് നേരെ ഇനി അങ്ങോട്ട് പോകണം. അപ്പോൾ എന്തായാലും പറഞ്ഞങ്ങോട്ട് ബോറടിപ്പിക്കുന്നില്ല. നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒരു നല്ല വീഡിയോ ആയിട്ട് ഓക്കെ എന്നാ ശരി.